അർദ്ധരാത്രി 12 മണിക്ക് 71കാരി മണിച്ചേച്ചി ഉറക്കമുണരും. മാലിന്യങ്ങൾ നിറച്ച വണ്ടിയും മുന്തിയുള്ള ഈ നടപ്പ് തുടങ്ങിയിട്ട് വർഷം 29 കഴിഞ്ഞു. കാലുകൾക്ക് ബലക്കുറവുണ്ടെങ്കിലും നഗരം ഉണരും മുമ്പ് മാലിന്യങ്ങൾ മാറ്റാനുള്ള ഓട്ടത്തിന് അതേ വേഗത തന്നെ. നൈറ്റ് ഞങ്ങൾ എല്ലാവരും ഉറങ്ങാൻ കയറുന്ന നേരത്ത് ഞങ്ങൾ പുറത്തിറങ്ങും പണിക്കിറങ്ങി അത് അന്ന് ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി ഈ വണ്ടി ഞങ്ങൾ അവിടെ നിന്ന് തള്ളിക്കൊണ്ടുവന്നു വീട്ടിൽ നിന്ന്. നമുക്ക് ചെയ്യണ വേലൊക്കെ കൂലിയില്ല. വേസ്റ്റ് തരാതെ അത് പെരക്കകത്ത് തന്നെ കൂട്ടി വെച്ചിട്ട് പുഴുവും അഴുക്കും എല്ലാ സാമാന്യം എല്ലാം കൂടി അഴുക്കുകളെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് വേസ്റ്റ് വയ്ക്കും. അപ്പോൾ അവരുടെ ധാരണ, അവരോട് ഞങ്ങൾ വിളിച്ചു ചോദിക്കുമ്പോൾ അയ്യോ അത് എങ്ങനെ ഞങ്ങൾ എടുക്കണമെന്ന്. അപ്പം നിങ്ങൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടത് ഞങ്ങളെങ്ങനെ എടുക്കുമെന്ന് ചോദിക്കുമ്പോൾ പറയുക നിങ്ങൾക്ക് കാശല്ലേ എന്നു. മകൻ അനിലും ഇതേ തൊഴിലുമായി ഒപ്പമുണ്ട്. പക്ഷേ കാലം എത്ര കഴിഞ്ഞാലും ദുരിതത്തിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്ന് മണി. ഞങ്ങൾക്കൊരു സുഖലായി വന്നാൽ 10 പൈസയില്ല. വണ്ടി മോശമായാലും ഒന്നും ചെയ്യാൻ തരത്തില്ല. കോർപ്പറേഷൻ തരില്ല, അസോസിയേഷൻ തരത്തില്ല. മാലിന്യ ശേഖരണത്തിനിടെ ചീറിപ്പാഞ്ഞെത്തിയ വണ്ടി ഇടിച്ചു തെറിപ്പിച്ചാണ് ഗിരിനഗർ സ്വദേശിനി സുജാതയുടെ അമ്മയുടെ മരണം. പേടിയുണ്ട്, പക്ഷേ ജോലി തുടരുന്നുവെന്ന സുജാത. വേസ്റ്റ് എടുത്തുകൊണ്ട് വരുന്ന ടൈമിലാണ് അമ്മ വണ്ടി ഇടിക്കണത്. അമ്മ ശ്രദ്ധിച്ചിട്ടും വണ്ടിക്കാരൻ ഉറങ്ങിപ്പോയെന്നാ പറയണത്. ഈ വേസ്റ്റിലാണ് ഞങ്ങളുടെ ജീവിതം. എന്ത് വന്നാലും ഞങ്ങൾക്ക് ഇതിൽ തന്നെയാണ് പറ്റണത്. വേറെ ആരും നമുക്ക് സഹായിക്കാനൊന്നുമില്ല. അർഹമായ തൊഴിൽ സുരക്ഷയോ വേതനമോ ആനുകൂല്യങ്ങളോ ഒന്നും ഇക്കാലം അത്രയും ലഭിക്കാത്ത ഒരു തൊഴിൽ വിഭാഗം. അലസമായി മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരോട് തങ്ങൾ മനുഷ്യരാണെന്ന് ഈ കാലത്തും ഇവർക്ക് പറയേണ്ടി വരികയാണ്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ജോയ്സിയാറിനൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് പിടാപ്പാട് വരുന്ന മനുഷ്യരാണ്. അപ്പോൾ അവരോട് ആ മനുഷ്യത്വം കാണിക്കേണ്ടത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്വമാണ്. എന്തായാലും വിവരങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് റിയ ബേബി ചേരുന്നുണ്ട്. റിയ, നമ്മൾ കണ്ടതാണ് ആ ദൃശ്യങ്ങളിൽ. അവർ എത്രയോ നേരത്തെയാണ് ഉണരുന്നത്. നമുക്ക് വേണ്ടിയിട്ടാണ് അവർ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും അവർക്ക് പൈസ കുറച്ചെങ്കിലും കിട്ടും. പക്ഷെ എങ്കിൽ കൂടി നമ്മൾ അവരെ ചേർത്ത് പിടിക്കേണ്ടത്, അതായത് വൃത്തിയുള്ള പരിസരം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മുടെ കൂടി ഒരു ഉത്തരവാദിത്തമല്ലേ? ഇവരുടെ ജീവിതം എങ്ങനെയാണ് റിയ അവിടെ കണ്ടത്? ഞാനും ക്യാമറമാൻ ജോയ്സിയാറും ഈ വാർത്ത ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു 1 മണി 12:30 ഒക്കെ കഴിയുമ്പോൾ പുലർച്ചെ ഇവർ ജോലി തുടങ്ങുന്ന സ്ഥലത്ത് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടേക്കാണ് ഒരു 1 മണി കഴിഞ്ഞപ്പോഴേക്കും ഈ ആളുകളിങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അതിൽ ഒരാളായിരുന്നു 71 വയസ്സ് പ്രായമുള്ള മണിച്ചേച്ചി. അവർ വന്നിറങ്ങുമ്പോൾ തന്നെ അവരുടെ പ്രായത്തിൻ്റെ അവശതകൾ, ക്ഷീണം ഒക്കെ നമുക്ക് ഒറ്റ കാഴ്ചയിൽ തന്നെ മനസ്സിലാകും. പിന്നീട് സംസാരിച്ചപ്പോഴാണ് 29 വർഷമായി കൊച്ചി നഗരത്തിലെ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന തൊഴിൽ തുടരുന്ന സ്ത്രീയാണ് അവരെന്ന് അവർ പറഞ്ഞത്. മറ്റു ജോലി അറിയില്ല, അതുകൊണ്ട് ഇപ്പോഴും തുടരുന്നു എന്ന് പറഞ്ഞ് ആ വലിയ ഭാരമുള്ള വണ്ടി ഉന്തി അവരാ നേരിയ വെളിച്ചമൊക്കെ പല വഴികളിലും ഉണ്ടായിട്ടുള്ളൂ. അവിടെ നിന്ന് അങ്ങനെ പോവാണ്. ഓരോ വീട്ടിൽ നിന്നും മാലിന്യം എടുക്കുമ്പോൾ അതിൻ്റെ വെയിറ്റ് കൂടും, കനം കൂടും. ഉന്തി കൊണ്ടുപോകുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. പക്ഷേ വളരെ പ്രയാസപ്പെട്ട് അവർ ആ ജോലി ചെയ്ത് മുന്നോട്ട് നീങ്ങുന്നത്. ഞങ്ങളൊരു പുലർച്ചെ 4:30 വരെ അവരുടെ കൂടെ സഞ്ചരിച്ചിരുന്നു. മകനും ഈ ജോലിയിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. അവർ പറഞ്ഞ മറ്റൊരു കാര്യമാണ് അതിൽ ഏറ്റവും സങ്കടകരമായി തോന്നിയത്. കാരണം അവർ ജോലി ചെയ്യുന്നു, പക്ഷെ ആളുകൾ പെരുമാറുന്നത് മറ്റെന്തോ തരത്തിലുള്ള കുറച്ച് ആളുകളെ പോലെയാണ്. ഞങ്ങളൊന്നും മനുഷ്യരല്ല, അതുപോലെയാണ് ആളുകൾ പെരുമാറുന്നത് എന്നവർ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതാണ് അവരെ അലട്ടിയ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അതിലവരെടുത്തു പറയുന്നത് പലതരത്തിൽ മാലിന്യങ്ങൾ സൂക്ഷിക്കും. ദിവസങ്ങളോളം പാത്രത്തിൽ അടച്ചു വെച്ച് ആ ദുർഗന്ധമാണ് ഇവർ ഈ പുലർച്ചെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന് സഹിക്കേണ്ടി വരുന്നത്. ആ പാത്രം തുറക്കുമ്പോഴുള്ള ദുർഗന്ധം സഹിച്ച്
പുഴു നിറഞ്ഞ പാത്രങ്ങളുണ്ടാകും. അവരത് ചെയ്യുമ്പോൾ അവർ കുറച്ചുകൂടി വൃത്തിയിൽ ഈ മാലിന്യം വെച്ചുകൂടെ, പാത്രം കഴുകി വെച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആളുകൾ പറയുന്നത് നിങ്ങൾക്ക് പണം തരുന്നുണ്ടല്ലോ, നിങ്ങൾക്കിത് ചെയ്തുകൂടെ എന്നാണ്. എന്തുകൊണ്ടാണ് ആളുകൾ ഇപ്പോഴും തങ്ങളെ മനുഷ്യരായി കാണാത്തതെന്ന ചോദ്യം ഇടയ്ക്കിടയ്ക്ക് മണിച്ചേച്ചിയും സുജാതയും അനിലും ഒക്കെ ഞങ്ങളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അതിന് ഉത്തരം പറയാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. കാരണം നമ്മൾ ഏത് തൊഴിലിനും അതിൻ്റേതായ മാന്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ബഹുമാനം ആ തൊഴിൽ ചെയ്യുന്നവർക്ക് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ ഈ കാലത്തും ഞങ്ങൾ മനുഷ്യരാണ്, ആ ബഹുമാനം ഞങ്ങൾക്ക് വേണമെന്ന് ഒരു തൊഴിൽ ചെയ്യുന്നവർക്ക് നിരന്തരം ആവശ്യപ്പെടേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് ഈ സമൂഹത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. ഈ ഞങ്ങൾ ഏറ്റവും വേദനിപ്പിച്ചത് അവരുടെ ആ ചോദ്യം തന്നെയാണ്. എനിക്ക് അതിൽ സുജാത പറയുന്നുണ്ട്, അവരുടെ അമ്മ ഈ ജോലി ചെയ്യുമ്പോൾ ഒരു വാഹനം തട്ടിയാണ് മരിക്കുന്നത്. പക്ഷേ കോർപ്പറേഷനോ ആരും അത് തിരിഞ്ഞു പോലും നോക്കിയില്ല, വേണ്ട പരിഗണന ലഭിച്ചില്ല. ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, എങ്ങനെയെങ്കിലും മരിച്ചോട്ടെ എന്ന് ഇപ്പോഴും ചിന്തിക്കുന്നവരുണ്ട് എന്നവർ പറഞ്ഞു വെക്കുന്നു. എന്തായാലും ഈ 71 വയസ്സ് പ്രായമുള്ള 29 വർഷമായി ജോലി ചെയ്ത മണിച്ചേച്ചിക്കൊപ്പം ആ മണിക്കൂറുകൾ അവർ ആ മാലിന്യം ശേഖരിക്കുന്നതും കണ്ട് നടക്കുക എന്ന് പറയുന്നത് കുറച്ച് വേദനാജനകമായിരുന്നു. അവരുടെ വാക്കുകൾ അതിലേറെ വേദനിപ്പിച്ചു. എനിക്ക് പക്ഷേ കുറച്ച് സന്തോഷം തോന്നിയൊരു നിമിഷം അവർ ആ പൂച്ച കുഞ്ഞിനെ എടുത്ത് അകത്ത് വെക്കുന്നതാണ്. ഞങ്ങൾ ഒരു ഉൾവഴിയിൽ എത്തുമ്പോൾ ഒരു കുഞ്ഞു പൂച്ച ഇങ്ങനെ ഇവരുടെ വണ്ടീൻ്റെ ഇടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ടയർ അതിൻ്റെ മുകളിൽ കയറി, ഇത് അത്ര കുഞ്ഞിതാണല്ലോ, അങ്ങനെ ഇടയ്ക്കിടയ്ക്കൂടെ നടക്കുന്നു, അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അവരതിനെ എടുത്ത് ഏതാണ്ട് ആ വീട്ടിൽ നിന്ന് വന്നതാണെന്ന് അവർക്ക് മനസ്സിലായി. ആ വീടിൻ്റെ ഗേറ്റ് തുറന്ന് അകത്ത് വെച്ച് ഗേറ്റ് അടച്ചതിന് സുരക്ഷിതയാക്കിയിട്ടാണ് തിരിച്ച് ഈ ജോലി ചെയ്തുകൊണ്ട് വരുന്നത്. കാഴ്ച കാണുമ്പോൾ തന്നെ നമുക്കും അവരുടെ ഒരു കരുതൽ നമുക്ക് പ്രകടമാണ്.